ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യം. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ച് ഈശോ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യത്തെ, ദരിദ്രർ ഭാഗ്യവാന്മാർ, അവർക്ക് ദൈവരാജ്യം ലഭിക്കും. പക്ഷേ നമ്മളൊക്കെ ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് വലിയൊരു കുറവായിട്ട് കാണുന്നവരല്ലേ. ദരിദ്രരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ആഗ്രഹമില്ല. പലപ്പോഴും സമ്പത്ത് നേടിയെടുക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. എവിടെ പോയാലും എനിക്ക് ലാഭമുണ്ടാകണം. സൗഹൃദങ്ങളിലായിക്കൊള്ളട്ടെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ ലാഭം മാത്രം ആഗ്രഹിച്ചു മുന്നോട്ട് പോവുക. എവിടെയും സമ്പത്ത് നേടാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് അല്ലെ. സമ്പത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരായിട്ട് മാറുക. എന്നാൽ ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദാരിദ്ര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. സമ്പത്തിനോടുള്ള ആഗ്രഹം നിനക്ക് എന്തിൽ നിന്നുള്ള അകൽച്ചയാണ്? ദൈവരാജ്യത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. നമുക്കറിയാം, സമ്പത്ത്, ഈ പണത്തിനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയാല് പിന്നെ ഒരിക്കലും അതിൽ നിന്ന് പുറകോട്ട് വരാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും എനിക്കുള്ള പൈസ കൂട്ടണം, അത് കൂട്ടി വെക്കുവാനായിട്ട് ആഗ്രഹിച്ച് അത് നേടിയെടുക്കാനായിട്ട് എന്ത് തിന്മ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. പലപ്പോഴും സമാധാനമില്ലാതെ ഓടുന്നതും ഇതേ സമ്പന്നരല്ലേ. പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവന് കുറവുകളുണ്ട്, ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടായിരിക്കും, പക്ഷെ അവൻ്റെ ഒരു സമാധാനമുണ്ട്. ചിലപ്പോൾ അവനായിരിക്കും ഏറ്റവും സന്തോഷത്തോടു കൂടി ചെയ്യും. കാരണം അവന്റെ കഴിവിൽ അല്ല ആശ്രയം, മറിച്ച് എന്താ, ദൈവജനങ്ങളിലേക്ക് കൊടുക്കും. എനിക്കൊന്നുമില്ല തമ്പുരാനെ, നീയാണ് എന്നെ നടത്തേണ്ടത്. ഈ ഒരു വിശ്വാസം അവനുണ്ടാവും. പലപ്പോഴും ഈ പണം കൂടുതലാകുമ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ ഈ പണം നേടാനായിട്ടുള്ള ആഗ്രഹം, ദൈവമില്ല എങ്കിൽ പോലും എൻ്റെ കഴിവ് കൊണ്ട് എനിക്കെല്ലാം നേടാനായിട്ട് സാധിക്കും എന്ന് ചിന്തിച്ചു പോകുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയണേ, ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമ്പത്തിനോടുള്ള ആഗ്രഹം പൂർണ്ണമായിട്ട് മാറ്റിവെക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. സമ്പത്തിനെ നീ സ്നേഹിച്ചാല്, പണത്തിനെ സ്നേഹിച്ചാല്, അതിന്റെ പിന്നാലെ പോയാല് നിനക്കൊരിക്കലും ദൈവരാജ്യം, ദൈവത്തിന്റെ ഒപ്പമിരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിലെ പണത്തിനോടുള്ള താല്പര്യം എപ്രകാരമാണ്? ഈ പൈസ നേടിയെടുക്കാനായിട്ട് നെട്ടോട്ടം ഓടുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ദൈവത്തെ പോലും മറന്ന് ലാഭത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയാണോ? ആണെങ്കിൽ ഓട്ടമൊക്കെ നിർത്താനായിട്ട്, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട്, ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് അവന് ജീവിതത്തെ പ്രാധാന്യം കൊടുത്ത് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.